ഹായ് ഹലോ നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു മസാല ദോശൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശയായിരിക്കും കേട്ടോ അത്. അതിനായി ഒരു 4 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച് പച്ചരി കഴുകി സോക്ക് ചെയ്ത് വെച്ച് പച്ചരിയാണ് കേട്ടോ. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 4 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. ഇത് നന്നായി നൈസായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇനി ഇതൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതേ മിക്സിയുടെ ജാറിൽ തന്നെ ഉഴുന്നും അരച്ചെടുക്കാം. അല്പം വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഒട്ടും തരികളൊന്നുമില്ലാതെ അരച്ചെടുക്കണം കേട്ടോ. ഇനി ഇതും നമ്മൾ അരച്ച് വെച്ച മാവിലേക്ക് തന്നെ ഒഴിച്ച് നന്നായി ഒന്ന് 5 മിനിറ്റ് ഇളക്കിയെടുക്കാം. നമ്മുടെ മിക്സിയുടെ ജാറും ഒന്ന് ചുഴറ്റി പാരാട്ടോ. നല്ല തിക്കായിട്ട് വേണം നമ്മുടെ ബാറ്ററി ഇരിക്കാൻ. ഇനി ഞാനിതൊരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച പാത്രത്തിൻ്റെ മുകളിലാണ് കേട്ടോ വെക്കുന്നത്. ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. ഞാൻ രാത്രിയാണ് അരച്ച് വെച്ചത്. പിന്നെ രാവിലെ തുറന്നപ്പോഴേക്കും നന്നായി പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ചെറുതായി ഒന്ന് ഇളക്കിയെടുക്കാം. മഴക്കാലം ആയതുകൊണ്ട് കേട്ടോ ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചത്. ചൂടുകാലത്ത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് തിക്കായിട്ടുള്ള മസാല റെഡിയാക്കാം. അതിനായി ഒരു കുക്കറിലേക്ക് തൊലി കളഞ്ഞ് 3 കിഴങ്ങിട്ട് കൊടുക്കാം. ഇത് അല്പം ഉപ്പും ചേർത്ത് 2 വിസിൽ വേവിച്ചെടുക്കാം. ക്യാരറ്റും ഇഞ്ചിയും ക്യൂബായിട്ട് കട്ട് ചെയ്യാം. ഉള്ളി നീളത്തിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി എണ്ണ ചൂടായതിനു ശേഷം അല്പം കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കടുകും 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും നന്നായി മൂത്ത് വന്നതിന് ശേഷം വലിയ ഉള്ളിയും ക്യാരറ്റും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കിഴങ്ങ് ചേർത്ത് നമ്മൾ കിഴങ്ങ് വേവിക്കാൻ ഉപയോഗിച്ച വെള്ളവും അല്പം ഒഴിച്ച് കൊടുക്കാം. നല്ല കുറച്ചൊരു ലൂസായിട്ട് കിട്ടാനാണ്. കിഴങ്ങായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ തിക്കാവും കേട്ടോ. ഇനി നമുക്ക് ഓരോ ദോശകളായി ചുട്ടെടുക്കാം. അതിലേക്ക് ദോശ ചുട്ടെടുത്തതിന് ശേഷം നെയ്യ് തടവണം കേട്ടോ. നെയ്യ് തടവ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മസാലയും ചേർത്ത് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഈ മസാല ദോശ റെഡിയാക്കി എടുക്കാം. ഈ രീതിയിലൊന്നും ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കൂ. ദോശ ചുടുമ്പോൾ നൈസായി ചുടാൻ ശ്രദ്ധിക്കണേ. ഇത്ര പണിയുള്ളൂ മസാല ദോശ റെഡിയാക്കി എടുക്കാൻ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു ലൈക്ക് തരണേ. കമൻ്റ് ഇടാൻ മറക്കല്ലേ. മസാല ദോശയുടെ ഫുൾ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ അത് കണ്ടു നോക്കിയാൽ മതിയേ.